പശ്ചിമഘട്ട മലനിരകളും നിബിഡമായ വനസ്ഥലികളും അതിരുകാക്കുന്ന ഇടുക്കിയുടെ ഫലപുഷ്ടിയുള്ള മണ്ണേകുന്ന കാർഷിക സമൃദ്ധി ഏറെ വേറിട്ടതാണ്. പ്രകൃതിക്ഷോഭങ്ങൾ എന്തൊക്കെ പിടിമുറുക്കിയാലും മാറുന്ന കാലാവസ്ഥാ വിശേഷങ്ങളെ കണ്ടറിഞ്ഞ് ശാസ്ത്രീയമായ കാർഷിക രീതി അവലംബിച്ച് ജീവിത വിജയം നേടുന്ന കർഷകർ ഇന്നിവിടെ ധാരാളം. അക്കൂട്ടത്തിലൊരാളാണ് ഇടുക്കി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ കരിമ്പനിലുള്ള കാളമ്പേൽ KJ റെജി എന്ന യുവ കർഷകൻ. 14 വർഷത്തെ പ്രവാസി ജീവിതത്തിനു ശേഷം തിരിച്ചെത്തി പാരമ്പര്യത്തിന്റെ വഴികളെ പിന്തുടർന്ന് റെജി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. സ്വന്തമായി വാങ്ങിയ 3 ഏക്കർ ഭൂമിയിൽ ശാസ്ത്രീയമായ കൃഷിരീതിയുടെ അടിസ്ഥാനത്തിൽ ഏലവും കുരുമുളകും കാപ്പിയും റബ്ബറും ജാതിയും പച്ചക്കറിയുമൊക്കെ റെജി കൃഷി ചെയ്തു വരുന്നു. ഒപ്പം പശു, എരുമ, കോഴി, പന്നി എന്നിവയുടെ ആദായകരമായ വളർത്തലും കൂട്ടുചേരുന്നു. ഞാൻ 14 വർഷം ഗൾഫിലെ ആയിരുന്നു ജോലി. ഗൾഫിലെ സമ്പാദ്യം കൊണ്ട് ഞാൻ 3 ഏക്കറോളം വരുന്ന ഈ കൃഷിഭൂമി വാങ്ങുകയും അതിൽ കൃഷി ആരംഭിക്കുകയും ചെയ്തു. കൃഷിയിൽ നിന്ന് എനിക്ക് നല്ല വരുമാനം നേടിത്തന്നെങ്കിലും ശാസ്ത്രീയമായ കൃഷി അവലംബിക്കാത്തത് മൂലം വരുമാനം വളരെയധികം നഷ്ടം വന്നിരുന്നു എനിക്ക് വരുമാനത്തിൽ. ഈ 4-5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ പറമ്പ് ശാസ്ത്രീയമായി റീപ്ലാന്റ് ചെയ്ത് പുതിയ മൃഗങ്ങളെയും കൃഷിയും മൃഗങ്ങളുടെ കൂടിയുള്ള ഒരു സംയോജിത കൃഷിയാണ് ഞാൻ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല വരുമാനം കിട്ടിത്തരുന്നുണ്ട്. ഉൽപാദനശേഷിയാർന്നതും വിപണിയിൽ പ്രിയമായതുമായ ഞള്ളാണി ഇനത്തിൽപ്പെട്ട ഏലച്ചെടികളാണ് റെജി കൃഷി ചെയ്യുന്നത്. കുരുമുളകിൽ കമ്പോള സാധ്യത വളരെ കൂടുതലുള്ള പന്നിയൂർ ഇനമാണ് റെജിയുടെ തോട്ടത്തിലുള്ളത്. കാപ്പി, ബഡ് ചെയ്തെടുത്ത ജാതി ഇനങ്ങൾ, റബ്ബർ എന്നിവയ്ക്കൊപ്പം പാളയംകോടൻ, നേന്ത്രൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ, ചെങ്കതളി തുടങ്ങിയ വാഴകളും റെജി തന്റെ കൃഷിയിടത്തിൽ പരിപാലിച്ചു പോരുന്നു. വാഴത്തോപ്പിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും റെജിയുടെ കാർഷിക വൃത്തിയോട് കൂട്ടുചേരുന്നു. ജലസേചനത്തിനായി 15 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 18 അടി താഴ്ചയുമുള്ള പടുതാക്കുളം നിർമ്മിക്കുന്നതിന് 50% സബ്സിഡിയോടെയുള്ള ധനസഹായവും കൃഷിവകുപ്പ് റെജിക്ക് നൽകി. മഴവെള്ളം സംഭരിച്ചും സമീപത്തു കൂടി ഒഴുകുന്ന അരുവിയിൽ നിന്നും ജലം ശേഖരിച്ചും നിറയ്ക്കപ്പെടുന്ന പടുതാക്കുളത്തിൽ നിന്ന് ആണ്ട് മുഴുവൻ തന്റെ കൃഷിസ്ഥലം നനയ്ക്കാൻ റെജിക്ക് സാധിക്കുന്നു. തരിശുഭൂമിയായി കിടന്ന ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ പടുതാക്കുളം നിർമ്മിച്ച് ആ കുളത്തിലെ വെള്ളം കൊണ്ടാണ് പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാത്തരം കൃഷികളും എനിക്കുണ്ട്. എൻ്റെ പറമ്പിൽ നല്ല വരുമാനം എനിക്കിത് കിട്ടുന്നുണ്ട്. കൃഷി ഓഫീസിൽ നിന്നുള്ള നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റമാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത്. എല്ലാത്തരം മൃഗങ്ങളെയും നമ്മുടെ ഉണ്ട്. മൃഗങ്ങളുടെ അവശിഷ്ടം പറമ്പിലേക്ക് വളമായി നൽകുന്നു. കൃഷിയിൽ നിന്നുള്ള അപ്പോൾ എനിക്ക് വളത്തിൻ്റെ ചിലവ് വളരെയധികം കുറവുണ്ട്. ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റായിട്ടും കോഴിക്കാഷ്ടമായിട്ടും ചാണകം ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒന്നുള്ള സ്ലറി ഉപയോഗിച്ചും മറ്റുമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പടുതാക്കുളം ഉയരത്തിലായതിനാൽ മോട്ടോർ സംവിധാനം ഒന്നും ഉപയോഗിക്കാതെ വിളഭൂമി നനയ്ക്കാനാകുന്നു. പടുതാക്കുളത്തിലെ മീൻ വളർത്തലിലൂടെ മറ്റൊരു അധിക വരുമാനവും റെജിക്ക് ലഭിക്കുന്നു. ഏറെ നാളത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ശ്രീ റെജി കാളമ്പേൽ എന്ന കർഷകൻ ഇക്കാലത്ത് യുവജനങ്ങൾ കാർഷിക മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്ത് പുതുതലമുറയ്ക്ക് ഒരു ഉത്തേജനം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയിലേക്കുള്ള തിരിച്ചുവരവ്. അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചുവരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ കൃഷിവകുപ്പ് ആത്മപദ്ധതി പ്രകാരം IFS പദ്ധതിയിൽ അദ്ദേഹത്തിന് തൊഴുത്ത്, ബയോഗ്യാസ് പ്ലാന്റ്, കോഴി മുതലായ വാങ്ങിക്കുന്നതിനും സഹായം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പടുതാക്കുളം നിർമ്മിക്കുന്നതിനുള്ള ധനസഹായവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് വന്ന ഒരു യുവ കർഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ മാതൃകയാക്കി കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് എത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏലച്ചെടികൾക്കിടയിൽ 25 അടി അകലത്തിലാണ് ജാതി തൈകൾ നട്ടിരിക്കുന്നത്. ഏലത്തിന്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ കൃഷിയിടം ജാതിത്തോട്ടമായി മാറുന്നു. ഇതോടൊപ്പം തന്നെ കുരുമുളകും റബ്ബറും പ്രത്യേക അകലത്തിലായും വളരുന്നു. ഈ 3 ഏക്കർ സ്ഥലത്തിന് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള ഒരു കൃഷിയല്ല, നമ്മൾ തരം തിരിച്ച് തന്നെയാണ് വെച്ചിട്ടുണ്ട്. ഏലത്തിനായിട്ട് തന്നെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, കുരുമുളകിന് മാത്രമായിട്ടൊരു സ്ഥലം.
കുരുമുളകിൻ്റെ ഇടയിൽ കൂടി ഏലത്തിൻ്റെ ഇടയിൽ കൂടി ജാതി നമ്മൾ നട്ടു വളർത്താം. നമുക്ക് 25 അടി അകലത്തിൽ തന്നെ ജാതി പിടിപ്പിച്ചിരിക്കുന്നത്. ഏലം നമുക്കൊരു കാലത്ത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ജാതി തോട്ടമായിട്ട് മാറും. അത് കുരുമുളക് മരത്തിൽ കൂടെ എല്ലാം കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട്. മരത്തിൽ കൂടെ നമുക്ക് പന്നീർ 1, പന്നീർ 5 അങ്ങനെയുള്ള ഇനങ്ങൾ മികച്ച നല്ല ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. മറ്റ് റബ്ബർ തോട്ടമായിട്ട് തന്നെ മാറി നിൽക്കുന്നു. അപ്പം അങ്ങനെ ഇടവിളകളായിട്ടുള്ള പിന്നെ പച്ചക്കറിക്കാണ്ട് തന്നെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. തന്നാണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലം മാറ്റിയിട്ടിരിക്കുകയാണ്. കുരുമുളക് തോട്ടത്തിനകത്ത് നമ്മൾ തന്നാണ്ട് കൃഷികളൊന്നും ചെയ്യാറില്ല. അത് കുരുമുളകിൻ്റെ ചുവടിനെ ബാധിക്കുന്നുണ്ട്. ചാണക സ്ലറി അടങ്ങിയ ജൈവവള പ്രയോഗത്തിന് റെജി പ്രാധാന്യം നൽകുന്നു. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ ജലത്തിൽ കലർത്തി തയ്യാറാക്കുന്ന മിശ്രിതം 8 ദിവസം പുളിപ്പിച്ച ശേഷം 10 ഇരട്ടിയോളം വെള്ളം ചേർത്ത് മാസത്തിൽ 1 പ്രാവശ്യം വീതം വിളകൾക്ക് തളിച്ചു കൊടുക്കുന്നു. ഇതുമൂലം വിളകൾക്ക് നല്ല വളർച്ച ഉണ്ടാകുന്നു എന്നതു മാത്രമല്ല, മറ്റൊരു വളപ്രയോഗത്തിന്റെ ആവശ്യകതയും വരുന്നില്ല. വളപ്രയോഗം തീർച്ചയായിട്ടും ഞാൻ ജൈവ കൃഷിയിലാണ് എനിക്ക് താല്പര്യം. ജൈവ കൃഷിയിലാണ് മണ്ണിൻ്റെ അഥവാ ഈ പൊട്ടാഷിൻ്റെ അംശം കുറവുള്ള സമയത്ത് നമ്മൾ പൊട്ടാഷ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇലയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയാണ് നമുക്കുള്ളത്. ഏലത്തിനാണെങ്കിലും രാസവളം ഇലയിലെ സ്പ്രേ ആണല്ലോ. മണ്ണിൻ്റെ ജൈവഘടനയെ ഒരു വിധത്തിലും ബാധിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ധാരാളം മണ്ണിരകൾ തന്നെ എൻ്റെ ഭൂമിയിലുണ്ട്. കീടങ്ങളുടെ ആക്രമണം കുറവുണ്ട്. ആദ്യമേ ഒക്കെ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ട്, പിന്നീട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ജൈവം തന്നെയാണ്. എനിക്ക് സ്ലറി കോഴിക്കാഷ്ടമാണേലും പന്നിക്കൂട്ടിൽ നിന്നുള്ള വേസ്റ്റും പശുവിൽ നിന്നുള്ള ചാണകത്തിൻ്റെ മുകളിലാണ് കൂടി പ്ലാന്റിൽ വന്നിട്ട് ആ സ്ലറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ വളപ്രയോഗം. ഒരു ഏലത്തിൻ്റെ വീട്ടിൽ 10 ലിറ്റർ ഒഴിക്കാം വർഷത്തിൽ ഒരു തവണ. അല്ലാത്തപ്പോൾ 4 ലിറ്ററൊക്കെ ഒഴിച്ചാൽ മതി. മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിക്കും. വർഷകാലത്ത് വളപ്രയോഗം ഇല്ല. സാധാരണ കൃഷിക്കാർ വർഷകാലത്താണ് ചെയ്യാറുള്ളത്. ഞാൻ വർഷകാലത്ത് ചെയ്യുമ്പോൾ ഇതിന് കേട് കൂടുതൽ കാണുന്നുണ്ട്. വേനൽക്കാലത്താണ് വളം ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥതയും അർപ്പണമാത്രത്തോടെ നമ്മൾ കൃഷിയിലേക്ക് തിരിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടം വരില്ല. കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നമുക്ക് കൃഷിയിലെ മികച്ച ഇനം വിത്തുകളും മികച്ച കൃഷിരീതിയും ജൈവ കൃഷി രീതിയിലോട്ട് മാറിയാൽ ഒരു കാരണവശാലും നഷ്ടം വരില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്ന് പണം കിട്ടുന്ന കൃഷിരീതികളെ തേടിപ്പോകാതെ മികച്ച വിളകൾ കണ്ടെത്തി ജൈവകൃഷി സമ്പ്രദായം സ്വീകരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിപ്പണി നിലനിർത്തിയാൽ മണ്ണ് പൊന്നു തന്നെ തരുമെന്ന് ഇടുക്കിയിലെ KJ റെജി എന്ന ഈ യുവ കർഷകൻ പറയുമ്പോൾ അതിന് തെളിവായി നൽകുന്നത് കാർഷിക വിജയം സമ്പന്നമാക്കിയ തന്റെ ജീവിതം തന്നെ. തരിശുഭൂമികൾ പാട്ടത്തിനെടുത്ത് നെല്ലും വാഴയും പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യുന്നതിനൊപ്പം തൊടികളിൽ ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന നനകിഴങ്ങ്, മുക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, വിവിധതരം കാച്ചിൽ, ചേമ്പുകൾ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളെ തിരഞ്ഞുപിടിച്ചു കൊണ്ടുവന്ന് നട്ടുവളർത്തി കാർഷിക പാരമ്പര്യത്തിന്റെ തനിമ എന്തെന്ന് കാട്ടിത്തരുന്ന 2 യുവ കർഷകർ കോട്ടയം ജില്ലയിലെ കുറിച്ചിയിലുണ്ട്. കല്ലൂപ്പറമ്പിൽ KG അജികുമാറും KG ബിജുകുമാറും. പൈതൃക വഴികളിലൂടെയാണ് ഈ ഇരട്ട സഹോദരങ്ങൾ കാർഷിക രംഗത്തേക്ക് എത്തിയത്. 10 സെന്റ് സ്ഥലവും ഒരു ചെറു വീട് മാത്രം സ്വന്തമായുള്ള ഇവർ ഇന്ന് 7 ഏക്കറോളം വരുന്ന സ്ഥലം ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നു. നെല്ലും വാഴയും മരച്ചീനിയുമൊക്കെയുള്ള പതിവ് കൃഷിരീതി കൈവിട്ടില്ലെങ്കിലും പരമ്പരാഗത നാട്ടുകിഴങ്ങു വർഗ്ഗങ്ങളെ സംരക്ഷിക്കുക എന്ന കാർഷിക ദൗത്യം ഏറ്റെടുക്കുന്ന ഈ കർഷകർ ഏറെ വ്യത്യസ്തരാകുകയായിരുന്നു. അമ്മിക്കാച്ചിൽ, ഇറച്ചിക്കാച്ചിൽ, കുറ്റിക്കാച്ചിൽ, വെള്ളക്കാച്ചിൽ, ചുവന്ന തൊലിയുള്ള വാഴക്കാച്ചിൽ തുടങ്ങിയ കാച്ചിലിനങ്ങൾ, അടലാപ്പ്, ചെറുകിഴങ്ങ്, മുക്കിഴങ്ങ്, നനകിഴങ്ങ്, ചെറുചേമ്പ്, താമരക്കണ്ണൻ ചേമ്പ്, നിത്യവഴുതിന തുടങ്ങിയവ ഈ യുവ കർഷകർക്ക് മുൻപിൽ തഴച്ചു വളർന്ന് തങ്ങളുടെ കാർഷിക പാരമ്പര്യത്തിന്റെ പ്രൗഢി തുറന്നുകാട്ടി. ഇപ്പം നമ്മൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, മുക്കിഴങ്ങ്, കാച്ചിൽ 3-5-6 ഐറ്റം ഉണ്ട്. കാച്ചിൽ, പിന്നെ ചീര, നാടൻ ചീരയുണ്ട്, പഴയ നാടൻ ചീര, പിന്നെ പല സൈസ് ഇപ്പം 4-5 കിലോയുള്ള ചീര വരെ നമ്മുടെ കൈവശമുണ്ട്.
ഇവരുടെ കാർഷിക താൽപര്യം കണ്ടറിഞ്ഞ് കൃഷിഭവനും കുമരകം കാർഷിക വിജ്ഞാന കേന്ദ്രവും ശാസ്ത്ര വിജ്ഞാനത്തിന്റെ സഹായവുമായെത്തി. ശ്രീ അജികുമാറും ശ്രീ ബിജുകുമാറും കൃഷി വിജ്ഞാന കേന്ദ്രം കോട്ടയത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട 2 കർഷകരാണ്. ഇവർ ഇരട്ട സഹോദരന്മാരാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാടൻ ഇനങ്ങളുടെ പ്രോത്സാഹനം, നാടൻ ഇനങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. ധാരാളം നാടൻ ഇനങ്ങൾ പീച്ചിലിൻ്റെയും ചീരയുടെയും കപ്പയുടെയും ഒക്കെ ധാരാളം നാടൻ ഇനങ്ങൾ സംരക്ഷിക്കുന്ന, അതിൻ്റെ ജയംബ്ലാസം സംരക്ഷിക്കുന്ന 2 കർഷകരെന്ന നിലയിൽ ഒരു വലിയ മുതൽക്കൂട്ടാണ് കാർഷിക കേരളത്തിന് ഇവരുടെ പ്രവർത്തനങ്ങൾ. വെള്ളായണി കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വെള്ളായണി ഹ്രസ്വ എന്ന മരിച്ചീനി ഇനം പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനായി ഏൽപ്പിച്ചത് ഈ കർഷകരെയായിരുന്നു. 6 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയുന്ന ഈ മരിച്ചീനിയിൽ ഒരു ചുവട്ടിൽ നിന്നും 40 കിലോഗ്രാം മരിച്ചീനി കിഴങ്ങ് ഉൽപ്പാദിപ്പിച്ച് ഇവർ അത്ഭുത വിളവ് തന്നെ കരസ്ഥമാക്കി. വെള്ളായണി ഹ്രസ്വ എന്ന് പറഞ്ഞിട്ട് 5-6 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരിനം കപ്പ കൃഷി വിജ്ഞാന കേന്ദ്രം ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവർ വളരെ മികച്ച രീതിയിൽ കൃഷി ചെയ്യുകയും നല്ല വിളവെടുപ്പ് എടുക്കുകയും ചെയ്തതാണ്. അതേപോലെ തന്നെ കപ്പ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീവാണു വളമാണ് മൈക്കോറൈസ വേരുകുമിൾ എന്ന് പറയുന്നത്. അതും ഇവർ കപ്പ നടുന്ന സമയത്ത് നടുകയും അതുപോലെ അതിൽ നിന്നും 20-30% അധികം വിളവ് ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ജൈവ കൃഷിയിൽ തന്നെ നൂതനമായിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ എന്നാൽ നല്ല അത്യുൽപാദനം കിട്ടുന്ന തരത്തിലുള്ള കൃഷിരീതികൾ ഇവർ പ്രയോഗിക്കുന്നുണ്ട്. ഇന്ന് അപൂർവമായ നാടൻ വിളകളുടെ വിത്തുകളുടെയും തൈകളുടെയും ഒരു വലിയ ശേഖരം തന്നെ ഈ കർഷക സഹോദരങ്ങളുടെ കൈവശമുണ്ട്. കൃഷിയിടങ്ങളിൽ വിവിധ തരം ഫലവൃക്ഷ തൈകളുടെ നഴ്സറിയും ഇവർ തയ്യാറാക്കുന്നു. ഫലവൃക്ഷ തൈകളും വിത്തുകളുമായി ഗ്രാമത്തിലെ വീടുകൾ സന്ദർശിച്ച് അവ സൗജന്യമായി നൽകുകയും വീട്ടുകാരുടെ അനുമതിയോടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഒപ്പം ജൈവ കൃഷി രീതി എങ്ങനെ ചെയ്യണമെന്ന് വിശദമാക്കിക്കൊണ്ട് സ്വന്തമായി തയ്യാറാക്കിയ ലഘുലേഖകളും വിതരണം ചെയ്യുന്നു. ഈ 2 കർഷകരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കൃഷി ഒരു തൊഴിലായി മാത്രമല്ല കാണുന്നത്. ഈ കൃഷി കൊണ്ട് ഇവർ മണ്ണ് സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം, അതിനൊപ്പം തന്നെ അവരുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ആരോഗ്യം, ഇത്രയും കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവരൊരു സാമൂഹ്യ സേവനമാണ് കൃഷി വഴി ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ജൈവ കൃഷി ചെയ്യുമ്പോൾ ഇവർ നൂതന സാങ്കേതിക വിദ്യ, ജൈവ കൃഷിയിലുള്ള നൂതന സാങ്കേതിക വിദ്യ തന്നെ ഇവരവരുടെ കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്നു എന്നുള്ളത് മറ്റു ജൈവ കർഷകരെ അപേക്ഷിച്ച് ഇവർക്കൊരു മുൻതൂക്കം കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ജൈവ കീടനാശിനികൾ ഇവർ ധാരാളമായി ഉപയോഗിക്കുകയും അതിൻ്റെ ഉൽപ്പാദനം മറ്റു കർഷകർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള എഴുത്ത്, അതായത് ലിറ്ററേച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സൗജന്യമായിട്ട് മറ്റു കർഷകർക്ക് ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റു കർഷകർക്ക് ഇവർ ഒരു പഠിപ്പിക്കൽ, അതായത് ജൈവ കൃഷി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും ഒരു നമുക്ക് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഇതായിട്ട് കാണാം. അതിനൊപ്പം തന്നെ ഇവർ ജൈവ കീടനാശിനിക്കൊപ്പം തന്നെ ജൈവ സൂക്ഷ്മജീവികൾ ഉപയോഗിച്ചുള്ള കൃഷിരീതി, അതായത് സൂക്ഷ്മജീവികൾ കൊണ്ടുള്ള കീടരോഗ നിയന്ത്രണം, അതുപോലെ തന്നെ ജീവാണു വളങ്ങൾ ഉപയോഗിച്ചുള്ള വളപ്രയോഗം, ഇതെല്ലാം നൂതന സാങ്കേതിക വിദ്യകളാണ്. ഇതെല്ലാം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ ഇവർ അവരുടെ കൃഷിയിടങ്ങളിൽ നടപ്പാക്കുകയും അത് മറ്റു കർഷകർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം ഇവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറിന്റെ ദേശീയ അംഗീകാരവും ഫെലോഷിപ്പും ഈ കർഷക സഹോദരങ്ങളെ തേടിയെത്തി. കാർഷിക വഴികളിലെ ആ സമർപ്പണത്തെ ഗ്രാമപഞ്ചായത്തും ആദരിച്ചു. കുരിശിൻ്റെ ഭൂമി പോലും സ്വന്തമായി കൃഷി ചെയ്യാനില്ലാത്ത ഈ യുവ കർഷകർ ഈ പ്രദേശത്ത് തരിശു കിടക്കുന്ന പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുകയും അതുപോലെ തന്നെ തരിശു കിടക്കുന്ന ഭൂമികൾ കൃഷിക്ക് ഉപയുക്തമാക്കി അനവധിയായുള്ള കൃഷികൾ, കപ്പ, ചേന, വാഴ, കുരുമുളക് തുടങ്ങി നിരവധിയായുള്ള കൃഷികൾ ഇവർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോഴും ആ കൃഷിയോടുള്ള ഇവരുടെ പ്രതിബദ്ധത
ഏറെ പ്രശംസനീയമായ കാര്യമാണ്. ഇത്തരം കൃഷിക്കാരെ ഗവൺമെൻറ് തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാർഷിക മേഖലയിൽ ഇവർ കൃഷി ചെയ്യുകയും അത്തരം കിഴങ്ങുകൾ മറ്റു കാര്യങ്ങളുമൊക്കെ ഇവർ കൃഷി ചെയ്ത് പരിപോഷിപ്പിച്ചെടുക്കുന്നത്. ഈ നെല്ലിൻ്റെ തന്നെ മറ്റൊരു ഇനമായിട്ടുള്ള ഞവര കൃഷി ചെയ്യുക. അപ്പോൾ ആ ഞവര കൃഷി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഞവര കൃഷിയുടെ ഭാഗമായിട്ട് നടന്ന വിളവെടുപ്പ് നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് മേഖലയിലുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഒരു കാർഷിക ഉത്സവമായിട്ട് എൻ്റെ വാർഡിൽ ഇവർക്ക് വേണ്ടി അത് സംഘടിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുറിച്ചി ശങ്കരപുരം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് അജികുമാറും ബിജുകുമാറും ഒരുക്കിയ കാർഷിക പ്രദർശനം നാട്ടുകാരിലേക്ക് പകർന്നത് കാർഷിക രംഗത്തെക്കുറിച്ചുള്ള വേറിട്ടൊരു അനുഭവ പാഠമായിരുന്നു. പ്രദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നും അന്യമാകിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി ഇതിനെയെല്ലാം നമ്മൾ കുറച്ച് സംരക്ഷിച്ചുകൊണ്ടും മറ്റുള്ളവരിലേക്ക് ഇത് വിതരണം ചെയ്യുവാനും ഈ നമ്മുടെ നാട്ടിൽ നിന്നും ഇത് അന്യമായിക്കൊണ്ടിരിക്കരുത്, അതിനുവേണ്ടിയാണ് അന്യമാകരുത്, അതാ ഒരു മെയിൻ ഉദ്ദേശം. ഈ കർഷകർ ഉൽപ്പാദിപ്പിച്ച മരിച്ചീനിയും കാച്ചിലും ചേമ്പും ചേനയും ചുണ്ടയും തുവരയും ചോളവും നവരയുമൊക്കെ പ്രദർശനശാലയിൽ നിരയിട്ടപ്പോൾ അവരുടെ കാർഷികപരമായ പ്രതിബദ്ധത എന്തെന്ന് ഒരു ഗ്രാമം തൊട്ടറിയുകയായിരുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിക്സ് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കേര ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ coconutindia.com വെബ്സൈറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. കൊടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലും ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലും ചിക്സ് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 1/1/2015 25 വയസ്സ് കവിയാത്തവരും കൈവിരലുകൾക്ക് അംഗവൈകല്യം ഇല്ലാത്തവരും നല്ല കാഴ്ചശക്തിയുള്ളവരും SSLC പാസ്സായവരും ആയിരിക്കണം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 30 അപേക്ഷയുടെ മാതൃക www.ahd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ, മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, കൊടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 732 918. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം പൊക്കാളി പാടങ്ങളിലെ നിലം തയ്യാറാക്കുന്നതിനുള്ള മിനി ടില്ലർ ഫീൽഡിലിറക്കി. 1.5 ഏക്കർ നിലം 8 മണിക്കൂർ കൊണ്ട് ഉഴാൻ ഇതിന് കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484 2 277 220. കേര കർഷകർക്ക് കേര ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് വിറ്റഴിക്കാൻ സഹായിക്കുന്ന coconutindia.com എന്ന വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചു. തേങ്ങ, കൊപ്ര, ഇളനീർ, കയർ ഉൽപ്പന്നങ്ങൾ, നാളികേര പൗഡർ, പാക്ഡ് ഇളനീർ, നാളികേര തൈകൾ തുടങ്ങിയവ വിൽക്കാനും വാങ്ങാനും താല്പര്യമുള്ളവർക്കും എക്സ്പോർട്ടേഴ്സിനും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് നാളികേര വിലയെ സംബന്ധിച്ച് ദിവസവും SMS സന്ദേശവും ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 096 208 8996. ഇമെയിൽ അഡ്രസ് mysvijay1977@gmail.com അല്ലെങ്കിൽ info@coconutindia.com. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പച്ചക്കറി വിത്ത്, മാവ് ഗ്രാഫ്റ്റ്, അലങ്കാര സസ്യങ്ങൾ, വനവൃക്ഷ തൈകൾ, കൂൺ വിത്ത്, ട്രൈക്കോഡർമ, അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവ ലഭ്യമാണ്. കൂടാതെ ഫെറമോൺ കെണി, പഞ്ചഗവ്യം, വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, പുകയില കഷായം എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0460 2 226 087. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 14,100 രൂപ, കോഴിക്കോട് 15,200, തൃശൂർ 14,400,
കൊപ്ര കൊച്ചി 9550, കോഴിക്കോട് 10,000, തൃശൂർ 9670. കുരുമുളക് അൺഗാർബിൾഡ് 66,100, ഗാർബിൾഡ് 68,600. ചുക്ക് മീഡിയം 31,500, ബെസ്റ്റ് 33,000. മഞ്ഞൾ സേലം 7,600, ഈറോഡിൽ 7,800. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 14,000 രൂപ, റബ്ബർ RSS 4 14,500 രൂപ. കോട്ടയം റബ്ബർ RSS 5 14,100, റബ്ബർ RSS 4 14,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 14,100 രൂപ, കൊപ്ര 9,550, പിണ്ണാക്ക് എക്സ്പെല്ല 2,400, റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 66,100, ഗാർബിൾഡ് 68,600. ചുക്ക് മീഡിയം 31,500, ബെസ്റ്റ് 33,000. മഞ്ഞൾ നാടൻ 6,200. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 240 മുതൽ 250 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 450 വരെ. ജാതിപത്രി 800 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 925 രൂപ മുതൽ 1,090 രൂപ വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,000 രൂപ, റബ്ബർ RSS 4 14,500, ഒട്ടുപാൽ 10,100, ലാറ്റക്സ് 11,700. കമ്പോള അവലോകനം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കാലാവസ്ഥ തെളിഞ്ഞത് കണ്ട് ടയർ വ്യവസായികൾ സംഭരണ തോത് കുറച്ചു. അനുകൂല കാലാവസ്ഥ റബ്ബർ ഉൽപാദനം ഉയർത്തുമെന്ന കണക്കുകൂട്ടലിൽ നിരക്ക് താഴ്ത്തിയാണ് വ്യവസായികൾ കൊട്ടേഷൻ ഇറക്കിയത്. 4ാം ഗ്രേഡ് കിലോ 145-ലും 5ാം ഗ്രേഡ് 141-ലുമാണ്. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില ഓപ്പണിംഗ് വേളയിൽ ഉയർന്നത് നേട്ടമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ മില്ലുകാർ. വെയിൽ തെളിഞ്ഞത് മുൻനിർത്തി ഗ്രാമീണ മേഖലകളിൽ നാളികേര വിളവെടുപ്പ് വീണ്ടും സജീവമായി. ഏലം സീസൺ അടുത്തതോടെ സ്റ്റോക്കുള്ള ചരക്ക് ലേലത്തിലിറക്കാൻ ഹൈറേഞ്ചിലെ ഉൽപാദകർ ഉത്സാഹിച്ചു. തേക്കടിയിൽ നടന്ന ലേലത്തിൽ 43,289 കിലോ ഏലക്ക ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ 975 രൂപയിലും ശരാശരി ഇനങ്ങൾ 752 രൂപയിലുമാണ്. കാർഷിക മേഖലയിൽ നിന്നുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയെങ്കിലും വിലയിൽ കാര്യമായ മാറ്റമില്ല. ചുക്ക്, മഞ്ഞൾ, ജാതിക്ക വിലകളും സ്റ്റഡിയായി നീങ്ങി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.3, 25.1. കൊച്ചി 32, 24.2. ആലപ്പുഴ 31, 25.5. പുനലൂർ 32.8, 22.5. തിരുവനന്തപുരം 33.5, 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.